അഖില, നമ്മുടെ നാട്ടില് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ചെറുക്കന്മാർക്ക് പെണ്ണിനെ കിട്ടുന്നില്ല എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. പല പല 35-40 കഴിഞ്ഞ ആളുകള് നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കാതെ ഇപ്പോഴും ഉണ്ട്. അപ്പം ചില പഞ്ചായത്തുകൾ ഇതിനൊരു മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ പയ്യാവൂർ പഞ്ചായത്ത് അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കി. 200ഓളം പെൺകുട്ടികൾ രജിസ്റ്റർ ചെയ്തു. പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 3000 ചെറുപ്പക്കാരാണ്. അപ്പൊ ഇപ്പൊ പെട്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് പെട്ടിരിക്കുന്നത്. അത് പക്ഷെ പരസ്പരം മനസ്സിലാക്കിയിട്ട് കല്യാണമാണല്ലോ, അങ്ങനെ ആ രീതിയിലല്ലേ നടക്കുള്ളൂ. പക്ഷെ നീ ഈ കണക്കാണ് ഭയാനകം അല്ലേ? 200 പെൺകുട്ടികൾക്ക് എന്താ ഒരു കുഞ്ചാക്കോന്റെ ഒരു സിനിമ ഉണ്ട് ഇതേപോലെ, പെൺകുട്ടികളെ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇതേ സംഭവം. മറ്റേ 101 കല്യാണം, മറ്റേ ഷാഫിയുടെ പടം. അതെ അതെ. അത് പക്ഷേ ഒരു സമൂഹ വിവാഹം നടത്തി, അത് സിനിമയായിട്ട് നമുക്ക് കാണാം. പക്ഷെ നീ ആലോചിക്കേണ്ടത് ഒരു പഞ്ചായത്തിലെ അവസ്ഥയാണിത്. 200 പെൺകുട്ടികളെ ഉള്ളൂ, 3000 പേര് വന്നു. ചിലപ്പോൾ അടുത്തുള്ള പഞ്ചായത്തിലുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അതിന്റെ കൃത്യ കണക്കറിയില്ല. പക്ഷെ അതാണ് അവസ്ഥ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളെ മുഴുവൻ സർക്കാർ ജോലി നോക്കിയിരിക്കുക. പെൺകുട്ടികളല്ല, പെൺകുട്ടികളുടെ വീട്ടുകാരാണ് ഈ സർക്കാർ ജോലി. പെൺകുട്ടികളുടെ വീട്ടുകാരും ബന്ധുക്കളുമാണ് ഈ സർക്കാർ ജോലിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കെട്ടിക്കൂ എന്നുള്ള ഒരു മനോഭാവത്തോടെ. ഷാരൂഖ് ഖാന്റെ മകനായാലും അല്ലെങ്കിൽ അംബാനിയുടെ മോനായാലും സർക്കാർ ജോലി നിർബന്ധമാണ്. അംബാനിയുടെ മോനാണെന്ന് പറഞ്ഞില്ല, സർക്കാർ ജോലി വേണം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സർക്കാർ അത് ജീവിതം സുരക്ഷിതമാവും എന്നുള്ളതാണ്. അത് ജോലി ചിലപ്പം ഒരു കുറച്ചു കാലം കഴിഞ്ഞ ഭർത്താവ് തട്ടിപ്പോയ ഭാര്യയൊക്കെ ജോലി കിട്ടും. മക്കള് ചെറിയ മക്കളാണെങ്കിൽ പിന്നീട് അവര് വളർന്നു വരികയാണെങ്കിൽ അവർക്ക് ആ ജോലി മാറാം. ഒരാൾക്കേ കിട്ടുള്ളൂ, പക്ഷെ ആ സമയത്ത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് ആ ജോലി കിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ജോലി നോക്കി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പൊ ഒരു സാധാ ഒരു കൂലിപ്പണിക്കാരനാണേലും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന മാത്രമല്ല, അങ്ങനെയോ എത്രയോ പേരുണ്ട് സർക്കാർ ജോലി മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാരല്ലാണ്ട്. ഞാൻ കല്യാണം ഇപ്പൊ ആയിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് സാധാരണക്കാരനെ കൊണ്ടുവരട്ടെ. കൊണ്ടുവന്നു, എനിക്ക് ഇഷ്ടപ്പെടുവാണ്, ഞാൻ കല്യാണം കഴിക്കാം. ഇനിയിപ്പോ എന്താ കുഴപ്പം? എന്താ മോശപ്പെട്ട കാര്യമാണ്? ഒരിക്കലുമല്ല, ഏറ്റവും നല്ലത്. ഞാനത് സമ്മതിക്കുന്ന ആളാണ്. അതായത് കൂലിപ്പണിക്കാരോ ഓട്ടോ തൊഴിലാളികളോ ഒന്നും, ഞാൻ പറയട്ടെ, ജീവിതത്തില് മാന്യമായി പെരുമാറാൻ പഠിക്കുക. എന്താ പറയാ, കെട്ടുന്ന പെണ്ണിനെ മാന്യമായി പോറ്റാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. അതൊക്കെയാണ് വേണ്ടത്. അല്ലാത്ത നമ്മൾ കാണുന്നുണ്ടല്ലോ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറും MBD കാരനൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കുഞ്ഞുങ്ങള് സൈക്കോ, എത്രയോ മരണങ്ങള്. ഈ സാധാരണക്കാരന്റെ കൂടെ പോയ പെണ്ണിന് സ്ത്രീധന പീഡനവും പ്രശ്നങ്ങളില്ലാന്ന് പറയുന്നില്ല, പക്ഷെ ഈ രീതിയിൽ ക്രൂരത അനുഭവിക്കേണ്ടി വരുന്നില്ല. സത്യമാണ്. അത് നമുക്കിപ്പോ ഇത്രയും കാലം കൊണ്ടുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതേപോലെയാണ് ഇപ്പോ നേരത്തെ ഞാനൊരു റീൽസ് കണ്ടായിരുന്നു. ഒരു കുറച്ച് പ്രായം തോന്നുന്നൊരു ചെറുക്കൻ, കല്യാണ പയ്യൻ, പക്ഷെ കുട്ടി നല്ല സുന്ദരിയായ ഒരു കുട്ടി, വലിയ പ്രായം തോന്നുന്നില്ല. അതിന് കമന്റ് 1-2 പേര് അച്ഛനായാ മതിയാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ഫിലിം ആവണേ. അത് അസൂയ ഒന്നുണ്ട്, അങ്ങനെയുള്ള അതിന്റെ താഴെ വരുന്നുണ്ട് സർക്കാർ ജോലി ഉള്ളതുകൊണ്ടായിരിക്കും ഈ പെണ്ണ് തീർച്ചയായും. അതായത് സർക്കാർ ജോലിയാണെങ്കിൽ പെണ്ണിന് സൗന്ദര്യമൊന്നും വേണ്ട, ലുക്കിലൊന്നും വലിയ കാര്യമില്ല, കയ്യിൽ പൈസ മതി, അമ്മാവനെ വേണേലും കല്യാണം കഴിക്കും എന്നുള്ള രീതിയാണ്. അതെ അതെ. അപ്പം ഞാനൊക്കെ പെണ്ണ് കാണാൻ പോയ ഒരു സമയത്ത് നമുക്കൊക്കെ ചില സമയത്തൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. നമ്മളങ്ങനെ കുറച്ച് പറയുന്നല്ല, സാമ്പത്തികമായി നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്ന ഫാമിലിയിലൊക്കെ നമ്മൾ പെണ്ണ് കാണാൻ പോയിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ അവസാനം പറയുന്ന കാരണം ഇതേ, ഞങ്ങൾ സർക്കാർ ജോലിക്കാരെയാണ് നോക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, ഇതേ രീതിയിൽ നമ്മുടെ സർക്കാർ ജോലിക്കാരായ നമ്മുടെ ചെറുപ്പക്കാരാലോചിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ പെൺകുട്ടികളും എല്ലാം വീട്ടിലിരിക്കും അല്ലെ? എത്ര പെൺകുട്ടികൾക്ക് സർക്കാർ ജോലി കിട്ടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരും ഇതേ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും അല്ലേ? ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ പല അനുഭവങ്ങളും, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് 3 സഹോദരിമാരെ അവൻ കൂലിപ്പണി എടുത്ത് കല്യാണം കഴിപ്പിച്ചയച്ച്, നല്ല മാന്യമായ രീതിയിൽ കല്യാണം കഴിപ്പിച്ചു 3 സഹോദരിമാർ. അവൻ രണ്ടാമത്തെ ആളാണ്, ആ അച്ഛനും അമ്മയ്ക്കും. അവനാണ് 3 പേരെ കല്യാണം അവസാനം എന്തായി, അവനിപ്പോ പെണ്ണ് കിട്ടാൻ നമുക്ക് ചിരിക്കാം, പക്ഷെ അവന്റെ ഒക്കെ ഒരു അവസ്ഥ, അവനിപ്പോ പെണ്ണ് കിട്ടാതെ പ്രാരാബ്ദം, അവ കടങ്ങളൊന്നുമില്ല, സാമ്പത്തികമായിട്ടൊക്കെ ബെറ്റർ ആണ്. പക്ഷെ
സ്വന്തം ജീവിതം നോക്കാൻ പറ്റില്ല സഹോദരിമാരുടെ. പക്ഷെ അത് സഹോദരിമാര് അതിനുവേണ്ടി പെണ്ണന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടില്. ഇപ്പൊ അഖിലയ്ക്ക് ഇപ്പൊ സഹോദരന് ആ രീതിയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഉള്ള ആളുകൾ ഈ രീതിയിൽ പെടുന്നുണ്ട്. അതായത് ഒന്നുകിൽ വീടിന്റെ കടം തീർക്കുക, അല്ലെ സഹോദരിമാരെ വിദ്യാഭ്യാസം, ഇതൊക്കെ നോക്കി നമ്മളിങ്ങനെ നടക്കും. ഞാനും ആ രീതിയിലുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവസാനം നമുക്ക് ഒരു പെണ്ണ് കിട്ടുമോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കും. അപ്പോഴാണ് ജാതകം, അതൊരു വശത്ത് ചൊവ്വാദോഷം, പിന്നെ ഏറ്റവും പ്രശ്നം സർക്കാർ ജോലി. പക്ഷെ ഈ കുറെ പ്രണയബന്ധങ്ങളാണേലും വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഇഷ്ടം തോന്നി ഒക്കെ പ്രണയബന്ധം വ്യക്തി നല്ലതാണെങ്കിൽ അതാ നടത്തി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തി നല്ലതാണെങ്കിൽ അത് ജാതിയോ മതമോ അയാളുടെ തൊഴിലോ അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മകളെ നന്നായിട്ട് നോക്കാൻ കഴിയുമെങ്കിൽ നമ്മള് അതിന് സമ്മതിക്കാം. ഞാൻ സത്യം പറഞ്ഞ കൂലിപ്പണിക്കാരന്റെ വീട്ടിലെ പെൺകുട്ടികളാണ് ഏറ്റവും സന്തോഷത്തോടെ ഇപ്പൊ കഴിയുന്നത്. അതാണ് യാഥാർത്ഥ്യം. അതെ, വിദ്യാഭ്യാസവും സമ്പത്തും എല്ലാം ഉള്ളവരൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ ചൂഷണത്തിനൊക്കെ ഇരയായി അല്ലെ എന്തെങ്കിലുമൊക്കെ കയ്യൊക്കെ കാണിക്കുന്നു. ഒരു 100 സ്ത്രീധന പീഡന കേസുകളോ ആത്മഹത്യകളോ എടുക്കുക, എല്ലാം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. സത്യം. 100 പവനൊന്നും കൊടുക്കാൻ എന്തായാലും സാധാരണക്കാരന് കഴിയില്ലല്ലോ. 100 പവൻ കൊടുത്ത് കാറ് കൊടുത്തവരാണ് അവസാനം പെൺമക്കളുടെ ശവശരീരം നോക്കി കരയേണ്ട ഗതികേടിലേക്ക് എത്തുന്നത്. അല്ലേ? ഒരു സാധാരണക്കാരന്റെ വീട്ടിലാണെങ്കിൽ അവർ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ. ഇപ്പൊ അഖിലയുടെ ഒക്കെ വീടിന്റെ അടുത്ത് സന്ധ്യ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളുകൾ ഉണ്ടാവും. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു, മക്കള് അവർ ഹാപ്പി, അവർ ആ ചെറിയ ലൈഫില് അവര് ഹാപ്പിയാണ്. അപ്പൊ ഈ കല്യാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെയാണ്. അതെ, അതില് നിങ്ങൾ ഈ പണവും അല്ലെങ്കിൽ ജോലിയും നോക്കി മാത്രം ആളുകളെ തിരഞ്ഞെടുക്കരുത്. മനസ്സും അതുപോലെ തന്നെ നോക്കാൻ പറ്റുന്ന ആൾക്കാര് അല്ലെ, തീർച്ചയായും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇനി എത്ര പേര് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ ഒരു കേസുകളൊക്കെ വന്നു തുടങ്ങിയതോടുകൂടി കുറച്ചു പേരെങ്കിലും മാറി ചിന്തിച്ചിട്ടുണ്ട്. ഈ പേരൻസ് അതെ, അങ്ങനെ മാറി ചിന്തിക്കട്ടെ. അതെല്ലാരും അങ്ങനെ മാറി ചിന്തിക്കട്ടെ.